അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നീറ്റ് എക്സാമിനേഷന് വളരെ നല്ല റാങ്ക് നേടിക്കൊണ്ട് അവർക്ക് അർഹതപ്പെട്ട ഉപഹാരങ്ങളൊക്കെ നേടാനായിട്ട് ഇവിടെ വന്നു നിന്നിരിക്കുന്ന നമ്മുടെ ചുണക്കുട്ടികളാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരേ സെൻറ്ററിലുള്ള ആൾക്കാരാണല്ലേ? അപ്പോൾ ഏതാ നിങ്ങളുടെ സെൻറ്റർ ഏതാ? അപ്പോൾ അവരെല്ലാവരും കോഴിക്കോട് സെൻറ്ററിൽ നിന്നുള്ള ആൾക്കാരാണ്. കോഴിക്കോടാണോ കോഴിക്കോടാണോ? കോഴിക്കോടോ? കോഴിക്കോടാണ് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കോഴിക്കോട് സെൻറ്ററിൽ പഠിച്ച ആളുകളാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഒരേ ബാച്ചിൽ തന്നെ പഠിച്ചവരാണോ? 2 ബാച്ചാണ്, ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ എല്ലാവരും 2 ബാച്ചിലായിട്ട് ഒരേ ഹോസ്റ്റലായിട്ടൊക്കെ നിന്ന് പഠിച്ച ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സ്കോറൊക്കെ കിട്ടി, ഇനി നല്ലൊരു മെഡിക്കൽ കോളേജിലൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വർഷത്തെ ബ്രില്യൻറ്റിൽ എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ നിങ്ങൾ വന്നു, ഒരു വർഷം ബ്രില്യൻറ്റിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു, ഇപ്പോൾ ഒരു മെഡിക്കൽ സീറ്റൊക്കെ കിട്ടി പോകാൻ പോവുക അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വർഷത്തെ ബ്രില്യൻറ്റിൽ എക്സ്പീരിയൻസ്? ക്ലാസ്സസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രില്യൻ്റ് ഏറ്റവും ബെസ്റ്റാണ്. എൻട്രൻസ് കോച്ചിങ് ഏറ്റവും ബെസ്റ്റ് ബ്രില്യൻ്റ് ആണ്. ഇവിടെ ഉള്ള ഫെസിലിറ്റീസ് പോലെ ഞാൻ എവിടെയും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഏറ്റവും ബെസ്റ്റാണ് ബ്രില്യൻ്റ്. നമ്മുടെ കഠിനാധ്വാനവും ബ്രില്യൻ്റ് സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ വിജയം നേടാൻ കഴിഞ്ഞത്. ബ്രില്യൻ്റ് അടിപൊളിയാണ്. ഞാനിപ്പം 2 കൊല്ലമായി ഇവിടെ പഠിക്കുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് ഭയങ്കര മാനസികമായ അടുപ്പാണ്. അടിപൊളിയാണ്. അപ്പോൾ ഇന്നിവിടെ ഇവരോടൊപ്പം കുട്ടികൾ മാത്രമല്ല, ഇവരെ ഇത്രയൊക്കെ ഇവരുടെ കഷ്ടപ്പാടിൻ്റെ കൂടെ നിന്ന് ഇവരോടൊപ്പം തന്നെ ഇവരോടൊപ്പം അല്ലെങ്കിൽ ഇവരെക്കാൾ ഏറെ എഫേർട്ട് ഇട്ട് ഇവരുടെ ക്ലാസ് ടീച്ചേഴ്സ്, ഇവരുടെ ക്ലാസ് മെൻറ്റേഴ്സും കൂടി ഇന്ന് ഇവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനെ പറ്റിയിട്ട്, നിങ്ങളുടെ 3 ക്ലാസ് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടല്ലേ? അപ്പോൾ ഇവരെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ ആദ്യം ചോദിക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്? എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങൾ ഇത്രയും നല്ലൊരു സ്കോറിൽ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായപ്പോൾ അവരായിരിക്കുമല്ലോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ വീട്ടിലുള്ളവരെങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു അവരുടെ സപ്പോർട്ട് എന്നുള്ളതിനെ പറ്റിയിട്ട്? ക്ലാസ് ടീച്ചർ അടിപൊളിയാണ്. നമുക്ക് എല്ലാം സപ്പോർട്ടും തരും. വീട്ടിലപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കറക്റ്റായിട്ട് എല്ലാം ചോദിച്ചറിയും. അടിപൊളിയാണ്. എൻ്റെ ക്ലാസ് ടീച്ചർ അഞ്ജു മിസ്സായിരുന്നു. മിസ്സ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും പറയാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ അഭിനയ മിസ്സായിരുന്നു. മിസ്സ് നല്ല സപ്പോർട്ട്, നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് ഭയങ്കര വേണ്ട സമയമാണ് നീറ്റ് പ്രിപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അഭിനയ മിസ്സിൻ്റെ അടുത്തും കിട്ടിയിട്ടുണ്ട്, അഞ്ജു മിസ്സിൻ്റെ അടുത്തും കിട്ടിയിട്ടുണ്ട്, മായ മിസ്സിൻ്റെ അടുത്തും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നത് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്, നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമാണെന്നായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹോസ്റ്റലിലും കോഴിക്കോടത്തെ തനതായിട്ടുള്ള ഫുഡൊക്കെ തന്നെ ആയിരിക്കും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ബ്രില്യൻ്റ് നിന്ന് വേറൊരു മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകാൻ പോവുകയാണ്. അപ്പോൾ ബ്രില്യൻ്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? നാസർ ഖാൻ്റെ മന്തിയാണ് മിസ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രില്യൻ്റിലെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹോസ്റ്റലിലെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ നാസർ ഖാൻ്റെ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറഞ്ഞേ. നല്ല മന്തിയായിരുന്നു, ഒന്നും പറയാനില്ല. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണിയും നമുക്ക് മാസത്തിൽ ഒരിക്കലും മന്തി ഉണ്ടാവുക, അത് നല്ല അടിപൊളി. അത് അൽഫാം മന്തി ആയിരിക്കും, നല്ല സെറ്റ്സ് ആണ്. നാസ്രാക്കിന്റെ വക ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഉച്ചക്ക് ചിക്കൻ പൊരിച്ചത് ഉണ്ടാവും ഞങ്ങൾക്ക്. നമുക്കറിയാം, ഒരു കുട്ടിക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ആ കുട്ടി എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ എഫേർട്ട് ഇട്ട് അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ ക്ലാസ് ടീച്ചേഴ്സാണ്, ക്ലാസ് മെൻറ്റേഴ്സാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ക്ലാസ് ടീച്ചേഴ്സ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ക്ലാസ് ടീച്ചേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. മിസ്സേ, എങ്ങനെയായിരുന്നു ഈ ഒരു വർഷം? ഇപ്പോൾ ഇവരെ എങ്ങനെയാണ് മിസ്സ് മേയിച്ചത്, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് മിസ്സ് ഒരു വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നോ ഇവരതോ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിരുന്നോ? അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇവരുമായിട്ടുള്ള? ഇവരെല്ലാം അടിപൊളിയായിരുന്നു. ഏറ്റവും നല്ല കുട്ടികൾ എന്ന് തന്നെ പറയാൻ പറ്റും. 2 ബാച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. SH ഹോസ്റ്റലായിരുന്നു. C11, C12 അങ്ങനെ 2 ബാച്ചുകൾ. 2 ബാച്ചിലെ കുട്ടികളും അടിപൊളിയായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു. നമുക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട ഒരു കാര്യം പോലും വന്നിട്ടില്ല. നന്നായിട്ട് ഏത് സമയവും നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ടും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അഞ്ജു മിസ് പറഞ്ഞ പോലെ തന്നെ നല്ല പിള്ളേരായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ കേൾക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും അവരെ കൊണ്ട് ഉണ്ടായിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എൻ്റെ മക്കളാണ് ഇവര്. ഞങ്ങൾക്ക് J11, J12 എന്നൊരു സെപ്പറേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. SH എന്ന് പറയുന്ന ഒറ്റ കുടുംബമായിരുന്നു. അതിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവരെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന നല്ല കുട്ടികളായിരുന്നു. ആദ്യം പറയുമ്പോൾ അനുസരിച്ചില്ലെങ്കിലും പക്ഷെ ഞങ്ങളുടെ 3 പേരെയും എന്താ പറയുക ഒരുമ ഞങ്ങൾ SH കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കാര്യത്തിന് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SH എന്ന് പറയുന്നത് അവിടെ ഒരു വിജയം തന്നെ ആയിരുന്നു.
അതിൽ ഞങ്ങൾ താങ്ക് യു പറയുന്നു കുട്ടികളോട്. പിന്നെ ഇത്രയും വലിയ വിജയം ഞങ്ങൾ പ്രതീക്ഷയിലും നല്ലൊരു വിജയം SH നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനും താങ്ക് യു. അപ്പോൾ ഈ 2024 ബ്രില്യൻറ്റിന്റെ വിക്ടറി ഡേയിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ള കുറേ കുട്ടികളും അവരെക്കാളേറെ പ്രൗഡായിട്ട് അവരെക്കാളേറെ അഭിമാനത്തോടെ നിൽക്കുന്ന കുറച്ച് ക്ലാസ് ടീച്ചേഴ്സുമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഇവർ കോഴിക്കോട് നിന്ന് വന്നവരാണ്. അപ്പോൾ ഒരു വർഷം ഇവരും ഇവരുടെ ക്ലാസ് ടീച്ചേഴ്സും ഒക്കെ ഒരുമിച്ച് എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിച്ചിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ കുട്ടികളും ക്ലാസ് ടീച്ചേഴ്സും ഒക്കെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ടീച്ചേഴ്സിനാണെങ്കിൽ ഇവരോടൊപ്പം അല്ലെങ്കിൽ ഇവരെക്കാൾ നല്ല കുട്ടികളെ അടുത്ത വർഷം നിങ്ങൾക്ക് മെൻറ്റർ ചെയ്യാനായിട്ട് കിട്ടട്ടെ. അതുപോലെ തന്നെ കുട്ടികളാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് കിട്ടട്ടെ. ഇനി അങ്ങോട്ട് ഇപ്പോൾ ഉണ്ടായ വിജയം ഇതിനേക്കാൾ വലുതായി ആവർത്തിക്കാൻ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.